ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ടിപ്പായിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിന് ഇതാ പച്ചമുളക് കട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കേട് വരാതെ പച്ചമുളക് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ നെട്ടൊക്കെ ഒഴിവാക്കണം. നല്ലോണം കഴുകുക. ഫസ്റ്റ് തന്നെ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ നെട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ടൊരു കോട്ടൻ്റെ തുണി ടവൽ എന്തെങ്കിലും വൃത്തിയുള്ള ടവലെടുത്തിട്ട് നല്ലോണം ഉപ്പ് നല്ലോണം തുടച്ചിട്ട് നല്ലൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അടച്ച് വെക്കാൻ പറ്റിയ മൂടി അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന മാതിരി. എന്നാൽ മുളക് എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മുളക് ചീഞ്ഞു പോവുമല്ലോ. ഇങ്ങനെ ചെയ്ത് നോക്കൂ, എനിക്ക് നല്ല യൂസ്ഫുൾ ആയതാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പച്ചമുളക് കുറേ നിൽക്കും ചെയ്യും, ഒന്നും ആവില്ല കേട്ടോ. ഇനി ഒരു മൂടി എടുത്ത് ഇതിൻ്റെ മൂടി എടുത്തിട്ട് അടുപ്പിച്ചിട്ട് നല്ലോണം എടുത്ത് വെക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ടിപ്പ് പറഞ്ഞു തരാം. തക്കാളി ഇതേമാതിരി തന്നെ തക്കാളി നല്ലോണം കഴുകുക. വാങ്ങി കൊണ്ടുവരുന്നവരെ നല്ലോണം കഴുകിയിട്ട് ഇതേമാതിരി കോട്ടൻ്റെ നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് നല്ലോണം തുടച്ചെടുക്കുക. നല്ലോണം വെള്ളം ഒപ്പുന്നവരെ. എന്നിട്ട് നനവൊന്നുമില്ലാത്ത ഒരു പാത്രത്തിൽ, ഒട്ടും നനവില്ലാത്തൊരു അടുപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതാണ്, എനിക്ക് നല്ലൊരു കാര്യമായത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം തുടച്ചിട്ടെടുത്തു. ഇനി നമ്മളത് മൂടിയിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. എടുക്കാനും സുഖമാണ്, നല്ല വൃത്തിയിലുണ്ടാവും ചെയ്യും. ഇനി തേർഡ് ടിപ്പ്, നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ആ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂപ്പൽ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഇങ്ങനെ വരാറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങേൻ്റെ മുറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി. തേങ്ങ ഒന്നും ആവില്ല. നമ്മൾ പിന്നെ ചിരണ്ടാൻ എടുക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ എന്തായാലും തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കും. അത് പോയിട്ട് പിന്നെ നല്ലോണം കഴുകിയിട്ട് ചിരണ്ടിയാൽ മതി കേട്ടോ. ഒന്നും ആവില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. ഇനി 4ാമത്തെ ടിപ്പ്, നമ്മളെ പുളി ഉണ്ടല്ലോ, കറിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പുളി. ആ പുളി വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ എടുത്ത് വെച്ച് ഏതെങ്കിലും പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഒരു 4-5 ദിവസം കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ഈച്ച എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുളി നല്ലോണം കഴുകി ഒന്ന് ഉപ്പിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുക. എന്നിട്ട് നല്ല അടച്ച് മൂടി വെച്ചാൽ പുളി ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയത് സംഭവങ്ങളാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പായിട്ട് വരാം. ഓക്കെ.